ഹായ് എവ്രിവൺ. അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത് ഞാൻ എന്തൊക്കെ ചെയ്തു, എങ്ങനെയാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത്, അതിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടിപ്സ് ട്രിക്സ് ഒക്കെ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻ്റെ ഒരു വീഡിയോയും വൈറലായിട്ടില്ല, ഒരു വീഡിയോയ്ക്കും ഒരു പരിധിയിൽ കൂടുതൽ വ്യൂസ് കയറിയിട്ടില്ല, എന്നിട്ടും അങ്ങനെ മോണിറ്റൈസ് ആയി. അപ്പോൾ ദിസ് വീഡിയോ ഈസ് ഗോയിങ് ടു ബി യൂസ്ഫുൾ ഫോർ ഓൾ ദ സ്മോൾ ക്രിയേറ്റേഴ്സ് ആൻഡ് ഇതുവരെ യൂട്യൂബ് മോണിറ്റൈസ് ആവാത്തവർക്കും ദിസ് വീഡിയോ ഈസ് ഫോർ യു. അപ്പോൾ ജനറൽ ആയിട്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. കൺസിസ്റ്റൻസി ഈസ് സംതിങ് വിച്ച് എവ്രി വൺ ടോക്സ് അബൌട്ട്. എല്ലാ ദിവസവും വീഡിയോ ഇട്ടെങ്കിലേ മാത്രമേ ഉള്ളൂ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെയും വാച്ച് അവറും എല്ലാം കിട്ടുള്ളൂ എന്നൊക്കെ. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്നുള്ളൊരു സ്ട്രെസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ വി വിൽ കോംപ്രമൈസ് ദ ക്വാളിറ്റി ഓഫ് ദാറ്റ് വീഡിയോ. ഐ തിങ്ക് ക്വാളിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി. ആഴ്ചയിൽ ഒരു വീഡിയോ ഇടാൻ പറ്റുള്ളെങ്കിലും ആ ഒരു വീഡിയോ നല്ലതാണെങ്കിൽ നമുക്ക് എന്തായാലും സബ്സ്ക്രൈബർ കയറും, റീച്ച് കിട്ടും. പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിൽ അത്യാവശ്യം സെർച്ച് ഒക്കെ ചെയ്ത് ഇടുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്തായാലും ആളുകൾ കണ്ടുപിടിക്കും. എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിച്ചായിരുന്നു. പക്ഷെ വാട്ട് ഹാപ്പൻസ് ഈസ് ഈ ഒരു സ്ട്രെസ് വരുമ്പോഴത്തേക്കും എഡിറ്റിംഗ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, നമ്മൾ ആ ഒരു ധൃതിയിലായിരിക്കും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യൂസ് കുറയുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. സോ ഐ ഡോണ്ട് റെക്കമെൻഡ് ഡൂയിങ് ഡെയിലി വീഡിയോസ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് വെൽ ആൻഡ് ഗുഡ്. പക്ഷെ അതല്ലെന്നുണ്ടെങ്കിലും ക്വാളിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ആണ് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടത്. അതിനകത്ത് 1000 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാനുള്ള നല്ല രീതി സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി ഞാൻ പറയാം, അതല്ലാതെ കുറുക്ക് വഴിയിലൂടെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറയാം. കുറുക്ക് വഴിക്ക് അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ആദ്യം ഓർഗാനിക് ആയിട്ട് 1000 സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് പറയാം. നമ്മൾ ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടാക്കുക, എഡിറ്റിംഗ് ഒക്കെ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക, ഷോർട്സ് അധികം ഇടുക, അതിലൊക്കെ കൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആയിരിക്കും നമ്മൾ ആ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുന്നത്. പക്ഷെ ആ സബ്സ്ക്രൈബേഴ്സ് ലോയൽ ആയിരിക്കും. ഓർഗാനിക് ഗ്രോത്ത് സ്ലോ ആണെങ്കിലും അതാണ് നല്ലത്. ഇനി ഒരു ദിവസം കൊണ്ടും സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാം. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ ഗിവിംഗ് ആൻ ഓപ്ഷൻ ടു പ്രൊമോട്ട് യുവർ വീഡിയോ. പക്ഷെ പ്രൊമോഷനിലൂടെ വരുന്ന സബ്സ്ക്രൈബേഴ്സ് മോണിറ്റൈസേഷന് കൗണ്ട് ആവില്ല. അതൊരു ഇഷ്യൂ അല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് പെർ യൂട്യൂബ് അനാലിറ്റിക്സ് യൂട്യൂബ് ഈസ് കൗണ്ടിങ് ലൈക്ക് യു ഗോട്ട് 3000 സബ്സ്ക്രൈബേഴ്സ് ഫ്രം എ പെർട്ടിക്കുലർ പ്രൊമോഷൻ. ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ആ 3000-നേക്കാൾ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 4500 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടായിരിക്കും യൂട്യൂബിന്റെ കണക്കിൽ യൂട്യൂബ് 3000 പറയുന്നത്. അപ്പൊ ആ കണക്കിൽ പെടാത്ത ഒരു 1500 സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ, ആ സബ്സ്ക്രൈബേഴ്സ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് കൗണ്ട് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും. ഇത് യൂട്യൂബിന്റെ ഒരു ഗ്ലിച്ചാന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ. പക്ഷെ ഇങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടിയിട്ടും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ആ സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ വീഡിയോ വീണ്ടും കാണിക്കാൻ പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ യൂട്യൂബിന്റെ അൽഗോരിതം നമ്മുടെ വീഡിയോ അവരിലേക്ക് വീണ്ടും എത്തിക്കാൻ പോകുന്നില്ല. എത്തിച്ചാൽ തന്നെ അവർ നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാനോ, ഫേസ് വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിൽ ആ വ്ളോഗ് റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നില്ല. അവർ തന്നെ ഓർക്കണമെന്നില്ല അവർ നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓർഗാനിക് ഗ്രോത്ത് അതിൽ നിന്ന് ഉണ്ടാവണമെന്നില്ല. ബട്ട് സ്റ്റിൽ ഇത് നമ്മുടെ ഓർഗാനിക് ഗ്രോത്ത് കുറയ്ക്കൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഇഫ് യു ഹാവ് ഇനഫ് മണി പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. ഇനി വാച്ച് അവറിന്റെ കാര്യം ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം. കണ്ടന്റ് തന്നെ രണ്ട് രീതിയിൽ തരംതിരിച്ച് ഞാൻ പറയാം. ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നവരായാലും, ഒരു പെർട്ടിക്കുലർ നീഷ് എടുത്ത് ചെയ്യുന്നവരായാലും, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ചെയ്യുന്നവരായാലും, ഇവർക്ക് എല്ലാവർക്കും നമുക്ക് രണ്ട് ടൈപ്പിലേക്ക് കണ്ടന്റിനെ തരംതിരിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, വൺ ഈസ് എവർഗ്രീൻ കണ്ടന്റ്. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നാളത്തേക്ക്, ഒരു ലോങ് റണ്ണിലേക്ക് നമുക്ക് അതിൽ നിന്ന് വ്യൂസ് അവേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്ഥലത്തിനെ പറ്റിയാണ് എടുത്ത് വീഡിയോ ചെയ്യുന്നതെങ്കിൽ ആ സ്ഥലത്ത് പോകുന്നവർ ആ സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് റെഫറൻസിന് വേണ്ടി നമ്മുടെ വീഡിയോ എടുത്ത് കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു 2-3 വർഷത്തേക്കെങ്കിലും നമ്മുടെ വീഡിയോ അവരെടുത്ത് കാണാൻ ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ അല്ലാത്ത കണ്ടന്റ് ഉണ്ട്, ട്രെൻഡിങ് കണ്ടന്റ്. ഇപ്പൊ നടക്കുന്ന സംഭവം എന്താണോ അതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ആളുകൾ കാണുന്ന വീഡിയോസ്, അങ്ങനെയൊക്കെയുള്ള കണ്ടന്റ്സ് വരുമ്പോൾ എന്താന്ന് വെച്ചാൽ വാഴ വെച്ച പോലെ ഒറ്റ ടൈമിലേക്ക് കിട്ടുള്ളൂ. പിന്നെ വ്യൂവർ അവേഴ്സ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പോൾ വേടന്റെ ടോപ്പിക് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഭയങ്കര കത്തി നിൽക്കുന്ന ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ആളുകൾ കാണും. ഒരു 85% തൊട്ട് 90% വരെ അവേഴ്സ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. ബാക്കി ഒരു 10% വല്ലപ്പോഴും ഒക്കെ കിട്ടിയാലായി, ഒരാളോ രണ്ടാളോ കണ്ടാലായി, അത്രേ ഉള്ളൂ. ആ ടോപ്പിക് അങ്ങനെയാണ്. അതേസമയം ഒരു എവർഗ്രീൻ കണ്ടന്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് പതുക്കെയാണ് അതിന്റെ ഗ്രോത്ത് എങ്കിലും നമുക്ക് അവേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് മോണിറ്റൈസ് ആവണം, പെട്ടെന്ന് അവേഴ്സ് കൂടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് നമുക്ക് റിയാക്ട് ചെയ്യാം, മൂവി റിവ്യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഓൾറെഡി ഫീൽഡിലുള്ള ആളുകളെക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് വ്യൂസ് കയറും. ഇനി അങ്ങനെയല്ല, വ്യൂ
വോണ്ട് ടു ബിൽഡ് എ ബ്രാൻഡ്. ആരെങ്കിലുമൊക്കെ ഞാൻ പറയുന്നത് കേൾക്കണം, ആരെങ്കിലുമൊക്കെ ഞാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം എന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ സ്ലോ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പതുക്കെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ട് വരാനായിട്ട് നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് വ്ളോഗിങ് ആണെങ്കിലും ഒരു എവർഗ്രീൻ കണ്ടന്റ് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷെ എന്തായാലും ഗ്രോത്ത് സ്ലോ ആയിരിക്കും, പക്ഷെ അത് കുഴപ്പമില്ല. When I talk about videos like this, I wanted to refer 2 videos. എൻ്റെ ചാനലിൽ തന്നെയുള്ള 2 വീഡിയോസ് ഞാൻ പറയാം. ഈ സൈഡിൽ കാണുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് മൈസൂർ ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ വ്ളോഗ് എന്ന് തന്നെ പറയാൻ പറ്റില്ല, ഒരു ട്രാവൽ ഗൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വീഡിയോന്ന് എനിക്ക് മോർ ദാൻ 10% ഓഫ് ദി റിക്വയർഡ് വാച്ച് അവേഴ്സ് കിട്ടി. 4000 വാച്ച് അവേഴ്സ് ആണ് മോണിറ്റൈസേഷന് വേണ്ടതെങ്കിൽ ഏകദേശം 500 അടുപ്പിച്ച് വാച്ച് അവേഴ്സ് എനിക്ക് കിട്ടിയത് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ നിന്ന് മാത്രമാണ്. ഇത് വെറുതെ ഒന്നും കിട്ടിയതല്ല, അത്യാവശ്യം ഈ വീഡിയോയിൽ പണിയെടുത്തിട്ടാണ് എനിക്ക് ഈ വാച്ച് അവേഴ്സ് ഈ വീഡിയോ നിന്ന് കിട്ടിയത്. എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോയും ഇത് തന്നെയാണ് കേട്ടോ. അതെങ്ങനെ കണ്ടു അല്ലെങ്കിൽ എന്താണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ബിഫോർ ദാറ്റ് അത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഐ വാണ്ടഡ് ടു ഷെയർ ഹൗ ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി. ലാഗ് അടുപ്പിക്കാതെ പറയാം. ടിക്ടോക്കിൽ ഞാൻ അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു. അതിനുശേഷം വെൻ ഐ സ്റ്റാർട്ടഡ് യൂട്യൂബ്, സ്റ്റാർട്ട് ചെയ്തൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ കല്യാണത്തിന്റെ സമയത്ത് ഞാനൊരു ട്രാൻസിഷൻ വീഡിയോ, മേക്കപ്പ് ആർട്ടിസ്റ്റ് എടുത്തൊരു ട്രാൻസിഷൻ വീഡിയോയുടെ ഷോർട്സ് ഞാൻ ഇട്ടായിരുന്നു. അത് നല്ല വൈറലായിട്ട് അതിങ്ങനെ ചുമ്മാ കത്തി കയറിക്കൊണ്ടിരിക്കുക. എന്നിട്ട് 1 മില്യൺ വ്യൂസ് ഒക്കെ കഴിഞ്ഞും പിന്നെയും പൊക്കോണ്ടിരിക്കുക. അപ്പോൾ കമന്റ്സ് ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും കമന്റ്സ്, ഓ മേക്കപ്പ് ഇട്ട പിള്ളേരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ ഫുള്ള് മേക്കപ്പ് ആയി ഇപ്പം മനസ്സിലായില്ലേ എന്നൊക്കെയുള്ള കമന്റ്സ് ആണ് വന്നുകൊണ്ടിരുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി. അയ്യോ അപ്പം എനിക്ക് കാണാൻ ഭംഗിയില്ലെന്നല്ലേ ഈ പറയുന്നത്, ഇതൊക്കെ എല്ലാവരും കാണുമല്ലേ. എനിക്കത് കുറച്ച് ഹേർട്ടിംഗ് ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ കാണിച്ചൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ആ ഷോർട്സ് ഡിലീറ്റ് ചെയ്തിട്ട് അത്രയും വ്യൂസ് കിട്ടിയൊരു ഷോർട്സ് ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ചാനലിൽ ഉണ്ടായിട്ടില്ല. ആ ഷോർട്സ് ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്നതാണ് ഞാൻ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരം. ആ ഒരു ഷോർട്സിൽ നിന്ന് മാത്രമാണ് എനിക്ക് 2000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത്. സംവെയർ അറൌണ്ട് 2300 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ തൊട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ യൂട്യൂബിൽ ഇടണമെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച് വെക്കുന്നുണ്ടായിരുന്നു. ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഞാൻ ആദ്യം എടുത്തതെന്ന് പറയുന്നത് അക്കൗണ്ടൻസി ടീച്ചിങ് വീഡിയോ ആണ്. 2020 എനിക്ക് ഈ ഷോർട്സ് വൈറലാവുകയും അതിനുശേഷം കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ, അതായത് 2300 സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയത്. അതിനുശേഷം പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല യൂട്യൂബിലേക്ക്. വേറെ പല കാര്യങ്ങളായിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. കല്യാണം കഴിഞ്ഞു, കുഞ്ഞുണ്ടാകുന്നു, ജോലി രാജിവെക്കുന്നു, വേറെ ജോലി സെർച്ച് ചെയ്യുന്നു, ബഹ്റൈനിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ ബാംഗ്ലൂരേക്ക് വരുന്നു. അങ്ങനെ ലൈഫ് ആകെപ്പാടെ ഓരോരോ കാര്യങ്ങൾക്ക് തിരക്കിലായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടിക്ടോക്കിൽ വീഡിയോസ് ചെയ്യുന്നത്, ചെറിയ കോമഡി ഡബ്ബൊക്കെ ചെയ്യുന്നതാണ്. ആ സമയത്ത് അത്യാവശ്യം റെക്കഗ്നീഷനൊക്കെ കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഐ വാസ് സോ ഹാപ്പി. കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ഒരു നല്ല കമന്റ് കണ്ട അന്നത്തെ ദിവസം പിന്നെ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെയായിരുന്നു നെഗറ്റീവ് കമന്റ് കണ്ടപ്പോഴും ആ സന്തോഷം പോയത്. യൂട്യൂബിൽ വീഡിയോസ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തത് അക്കൗണ്ടിങ് ടീച്ചിങ് വീഡിയോസ് തന്നെയാണ്. കാരണം ഇതാണല്ലോ നമുക്ക് അറിയാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ ടെക്നിക്കലി എനിക്ക് എത്ര അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചുമ്മാ പവർ പോയിന്റിൽ ഇങ്ങനെ സ്ലൈഡ്സ് ഉണ്ടാക്കിയിട്ട് സൈഡിൽ ക്യാമറ ഓൺ ചെയ്ത് അങ്ങനെ ടീച്ച് ചെയ്തിട്ട് അങ്ങനെയുള്ള വീഡിയോസ് ആണ് ഇട്ടിരുന്നത്. പക്ഷെ അത് വിഷ്വലി അത്ര അപ്പീലിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നീഷ് ക്ലിക്ക് ആകാതെ വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ അത് ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയി. ഞാൻ പിന്നെ പതുക്കെ അത് നിർത്തി. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ റാൻഡമായിട്ട് വീഡിയോസ് എടുക്കും. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള വീഡിയോ ക്ലിപ്സ് വെച്ചിട്ട് ഞാനത് എഡിറ്റ് ചെയ്യും. സ്റ്റിൽ ഐ വാസ് ഡൂയിങ് സം റിസർച്ച്. ആ പോയ സ്ഥലത്തിനെ പറ്റിയിട്ട് പഠിക്കും, എന്നിട്ട് അത് വോയിസ് ഓവർ പോലെ കൊടുത്ത് പറയും. അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ബാക്ക് ടു ദ ടോപ്പിക് ഫോർ ദിസ് പർട്ടിക്കുലർ മൈസൂർ വീഡിയോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഉള്ള വീഡിയോസ് എന്താണ്, എനിക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് എന്താണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആവശ്യമെന്നല്ലേ ഞാൻ നോക്കേണ്ടത്. സോ ഐ സ്റ്റാർട്ടഡ് അനലൈസിങ് വീഡിയോസ്. ഈ മൈസൂർ എന്നുള്ള ടോപ്പിക്കിനെ പറ്റി ആളുകൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ളത് എന്താണ്. ഞാൻ മൈസൂർ വെച്ച് സെർച്ച് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഹിറ്റായി നിന്നൊരു വീഡിയോ എന്ന് പറയുന്നത് ഒരു 1 ഡേ ട്രിപ്പിനായിട്ട് മൈസൂർ പോയാൽ കാണേണ്ട സ്ഥലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ടും വ്യൂസും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് വളരെ കുറവായിരുന്നു ആ വീഡിയോയ്ക്ക്, പക്ഷേ വ്യൂസ് ഏകദേശം ഒരു 30K ഉണ്ട്. ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് ഞാൻ ആ വീഡിയോ കണ്ടില്ല. ബിക്കോസ് ഞാൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് വരും, അല്ലെങ്കിൽ അറിയാതെ തന്നെ ആ ഒരു സ്ട്രക്ചറിലേക്കായി പോകും വീഡിയോ. സോ ഞാൻ ആ വീഡിയോ കണ്ടില്ല, പകരം ആ ടൈറ്റിൽ മാത്രം എടുത്തു. അതേ ടൈറ്റിൽ തന്നെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത എൻ്റെ മൈസൂർ വീഡിയോയ്ക്ക് ഞാൻ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഡീറ്റെയിൽഡ് റിസർച്ച് നടത്തി ഏതൊക്കെ സ്ഥലങ്ങൾ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാം, ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് എത്ര സമയം എടുക്കും, ഒരു ലൊക്കേഷൻ എയിലേക്ക് പോകുന്നതാണോ ലൊക്കേഷൻ ബിയിലേക്ക് പോകുന്നതാണോ നല്ലത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന്, അങ്ങനെ A to Z കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഞാനത് ആ വീഡിയോ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തു.
ഐ തിങ്ക് ഒരു 2 ആഴ്ച എന്തോ എനിക്ക് എടുത്തിട്ടുണ്ട് ആ വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട്. അതിൻ്റെ ഇടയിൽ ആ വീഡിയോ ഒന്ന് തെന്നിമാറി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഡിമോട്ടിവേറ്റ് ആയി പോയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടും ഒട്ടും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഞാൻ ആ വീഡിയോ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം ആ വീഡിയോ സെയിം ടൈറ്റിലോടുകൂടി അതിനേക്കാൾ നല്ല ഡിസ്ക്രിപ്ഷനോട് കൂടി ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തു. അധികം വ്യൂവർഷിപ്പ് ഒന്നും ഇല്ലാത്തൊരു ചാനലായതുകൊണ്ട് തന്നെ ആ ചാനലിൽ ഇടുന്ന വീഡിയോയ്ക്കും ഓട്ടോമാറ്റിക്കലി അധികം വ്യൂവർഷിപ്പ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അങ്ങനെ തന്നെ ഈ മൈസൂർ വീഡിയോയ്ക്കും അധികം വ്യൂവർഷിപ്പ് കിട്ടിയിരുന്നില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളിലേക്ക് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു. അതായത് എക്സ്റ്റേണൽ വ്യൂസ് ഈ പർട്ടിക്കുലർ വീഡിയോയുടെ കൂടി കയറിയ ഉടനെ നിങ്ങൾ സ്കിപ്പ് ചെയ്യോ അല്ലെങ്കിൽ മാറ്റുമോ ഒന്നും ചെയ്യാതെ കുറച്ച് നേരത്തേക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒരു ജെനുവിൻ ഫീഡ്ബാക്ക് പറയും എന്നാണ് ഞാൻ പറഞ്ഞത്. അവരതുപോലെ തന്നെ ആ വീഡിയോ കണ്ടു, അത്യാവശ്യം എക്സ്റ്റേണൽ വ്യൂസ് കയറി. എക്സ്റ്റേണൽ വ്യൂസ് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് യൂട്യൂബ് റെക്കമെൻഡേഷനും കിട്ടാൻ തുടങ്ങി. കുറേ പേര് പറയാറുണ്ട് എക്സ്റ്റേണൽ വ്യൂസ് കയറിയിട്ടുണ്ടെങ്കിൽ അൽഗോറിതം കൺഫ്യൂഷൻ ആവും, യൂട്യൂബ് വിൽ സ്റ്റോപ്പ് പ്രൊമോട്ടിങ് യുവർ വീഡിയോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെയല്ല സംഭവിച്ചത്. എനിക്ക് പോസിറ്റീവായിട്ടാണ് എക്സ്റ്റേണൽ വ്യൂസ് കയറുന്നത് കൊണ്ട് ഉണ്ടായത്. എൻ്റെ ആ പെർട്ടിക്കുലർ വീഡിയോയ്ക്ക് റീച്ച് കൂടുകയാണ് ചെയ്തത്. പക്ഷേ എക്സ്റ്റേണൽ വ്യൂസ് കയറിയതുകൊണ്ട് മാത്രമാണോ റീച്ച് കൂടിയെന്ന് ചോദിച്ചാൽ അല്ല. വെൻ ഐ ഡിഡ് ദ അനാലിസിസ് ബിഫോർ പ്രിപ്പയറിംഗ് ഫോർ ദിസ് വീഡിയോ, ഓൾറെഡി ഈ കണ്ടന്റിനെ പറ്റി യൂട്യൂബിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്ന് നോക്കി. ആ ഡ്യൂറേഷനേക്കാളും 1 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡോ കൂടുതലുള്ള വീഡിയോ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. 30 മിനിറ്റെങ്കിലും ഉള്ള വീഡിയോ വേണം ഞാൻ ഇറക്കാൻ, എന്നാലേ ഉള്ളൂ ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഇത് നിൽക്കുകയുള്ളൂ. അങ്ങനത്തെ വീഡിയോ ആയിരിക്കും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നത്. ബിക്കോസ് യൂട്യൂബിന് കൂടുതൽ ആഡ് കാണിക്കണമെങ്കിൽ ലോങ് ആയിട്ടുള്ള വീഡിയോ വേണം. അതുകൊണ്ട് ഞാൻ ഇറക്കിയത് 30 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിനു വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തത് ഏകദേശം 45 മിനിറ്റോളം ഉള്ള വീഡിയോ ആണ്. അതിനുശേഷം കുറച്ച് 2-3 ദിവസം കഴിഞ്ഞ് ഞാനത് റീവിസിറ്റ് ചെയ്ത് എനിക്കതിനകത്ത് ഓക്കെ ഇത് ബോറിംഗ് ആണ് എന്ന് തോന്നിയ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു ഫൈനൽ ഒരു വീഡിയോ ആണ് ഞാനൊരു 30 മിനിറ്റിലേക്ക് ഞാൻ ഇറക്കിയത്. അപ്പോൾ എക്സ്റ്റേണൽ കൂടിയത് കൊണ്ട് മാത്രമല്ല എൻ്റെ ആ വീഡിയോ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്തത്, പകരം ആ വീഡിയോയ്ക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് കൂടാതെ തന്നെ ആ വീഡിയോ വിഷ്വലി ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ AI യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. AIയുടെ യൂസേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഞാൻ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത് ChatGPT ആണ്. ഞാൻ എൻ്റെ ഡെയിലി വ്ളോഗ്സിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് പോലെയാണ് കേട്ടോ ChatGPT. എന്ത് സംശയം ഉണ്ടെങ്കിലും പോയി ചോദിക്കുന്നത് ChatGPTനോടാണ്. ഞാൻ ചില മീംസ് ഒക്കെ കാണാറുണ്ട്, ലാസ്റ്റ് എൻഡ് ഓഫ് ദ ഡേ ChatGPT നമ്മുടെ തിരിച്ചു വയ്ക്കുന്നതായിട്ട്, നീ എന്തിനാ പഠിക്കണേ. അതുപോലെ ചിലപ്പോൾ എന്നെ പറ്റിയും വിചാരിക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഇനി ഈ വീഡിയോനെ പറ്റി പറയാനാണെങ്കിൽ ഇത് എംപുരാൻ മൂവിയുടെ റിവ്യൂ ആണ്. ഇത് ഞാൻ പറഞ്ഞ സെക്കൻഡ് കാറ്റഗറി ഓഫ് വീഡിയോ ആണ്. ഇപ്പം എന്താണോ ട്രെൻഡിങ് അതിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ചധികം വാച്ച് അവേഴ്സ് കിട്ടുന്നത്. ഇതിന് ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയത് 85 hours ആണ്. ഇത് ചെറിയ കാര്യമല്ല. പെട്ടെന്ന് 4000 വാച്ച് അവേഴ്സ് കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല ഐഡിയ ആണ്. ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് വീഡിയോ ചെയ്യാന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അക്കൗണ്ടിങ് വീഡിയോ ചെയ്തു, അത് ഹിറ്റ് ആയില്ല, അതുകൊണ്ട് തന്നെ പതുക്കെ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത് അത്ര മോശം ഡിസിഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നേക്കാൾ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ആളുകൾ യൂട്യൂബിലുള്ളതുകൊണ്ടാണല്ലോ എൻ്റെ വീഡിയോ ആരും കാണാതിരുന്നത്. അതുകൊണ്ട് വേറെ പുതിയ കാര്യങ്ങൾ ചെയ്ത് പരീക്ഷിച്ച് നോക്കുക എന്ന് പറയുന്നത് തെറ്റില്ലാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ അക്കൗണ്ടിങ് വീഡിയോ തന്നെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആവില്ലായിരുന്നു. ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലേക്ക് ഒത്തിരി നാളത്തേക്ക് ഒന്നും ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. പല പല കാര്യങ്ങളായിട്ട് മാറ്റി മാറ്റി നോക്കാം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളിൽ നമുക്ക് സംസാരിക്കാനും വീഡിയോ ചെയ്യാനും ഒക്കെ പറ്റും. മെയിൻലി നമുക്ക് നമ്മുടെ വീഡിയോസിനെ 3 ആയിട്ട് തരംതിരിക്കാം. ഒന്ന് പോഡ്കാസ്റ്റിന് അത്യാവശ്യം നല്ല ഭാവിയുള്ള ഒരു ഏരിയ ആണ്. കാരണം മിക്ക ആളുകളും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ അതിങ്ങനെ ഡ്രൈവ് ചെയ്യാനും ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓഡിയൻസ് റിട്ടൻഷൻ ഇതിനകത്ത് കൂടുതലായിരിക്കും. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ നീഷ് എടുത്തിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് വീഡിയോ ചെയ്യാം. നമുക്ക് ആ നീഷിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ പർട്ടിക്കുലർ എന്താ പറയുന്നത്, നമുക്ക് ആ നീഷിനോട് ഒരു ഒബ്സഷൻ ഉണ്ടാവണം, കൂടുതൽ ചെയ്യാൻ പറ്റണം. അശ്വന്ത് കോക്ക് മറ്റേ മൂവി റിവ്യൂ ചെയ്യുന്നത് പോലെ സിനിമേനെ പറ്റിയിട്ട് ആ പുള്ളിക്ക് എന്തൊക്കെ അറിവുണ്ട് എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമാണ് പുള്ളിയുടെ വീഡിയോസിൽ. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വ്ളോഗ്സ് ചെയ്യാം. വ്ളോഗ്സ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും കുറച്ചൊക്കെ എക്സ്പോസ്ഡ് ആവും. അത് പ്രശ്നമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വ്ളോഗ്സ് ചെയ്യാം. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റും കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ മാറ്റി മാറ്റി പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ നീഷ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഓൾറെഡി ഈ ഒരു ടോപ്പിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ്റെ ഒരു വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. യു ക്യാൻ വാച്ച് ഇറ്റ് ദെയർ. പിന്നെ അതിനകത്ത് തന്നെ 4000 വാച്ച് അവേഴ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള കുറച്ചധികം ടിപ്സും ഉണ്ട്. പിന്നെ ഈ പെർട്ടിക്കുലർ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടുതലാണ്
ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടിപ്പോയിട്ട് പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു ഫോർ ദ ജെനുവിൻ കമൻറ്റ്. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. ഇതുപോലെ തന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറുക്ക് വഴികളും ഉണ്ട് കേട്ടോ. കോണ്ടന്റ് ക്രിയേഷനെ പറ്റിയിട്ട് വീഡിയോ സ്ഥിരമായിട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, അവരുടെ താഴത്ത് നമുക്കൊന്നിച്ച് മുന്നേറാം എന്നൊക്കെ പറഞ്ഞ് കമന്റ് വരുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെ വരുന്നത് മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഞാനും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നിച്ച് മുന്നോട്ട് പോവാ എന്ന് വിചാരിച്ചിട്ട് ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ടാസ്ക് ചെയ്യലാണ് അതിനകത്ത് മെയിൻ. അതായത് 7 minutes ടാസ്ക്. എല്ലാവരും ഓരോ വീഡിയോ ഇടും, എന്നിട്ട് എല്ലാവരുടെ വീഡിയോയും എല്ലാവരും കാണുക. അപ്പോൾ ഇത് വെച്ചിട്ട് എല്ലാവർക്കും വാച്ച് അവേഴ്സ് കയറും. അങ്ങനത്തെ പർട്ടിക്കുലർ വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. എനിക്കും അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അത് ഞാൻ അഡ്മിൻ ഒന്നും അല്ല കേട്ടോ, ആരോ തുടങ്ങിയ ഗ്രൂപ്പിനകത്ത് ഞാനും ചെന്ന് പെട്ടിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ദെയർ. ഞാൻ ആ ഒരു ഗ്രൂപ്പിലുണ്ട്. കാരണം നമ്മൾ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ പ്രൊമോട്ട് ടു അവർ ഗ്രോത്ത് ഓൾസോ. അങ്ങനെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമുക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ അതൊരു കുറുക്ക് വഴിയാണ്. അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം കഴിഞ്ഞ് അവർ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി പോകുമ്പോഴത്തേക്കും അവർ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജെന്യുവനായിട്ട് ഉണ്ടാക്കുന്ന സബ്സ്ക്രൈബേഴ്സേ നമുക്ക് കാര്യമുള്ളൂ. പിന്നെ എങ്ങനെയെങ്കിലും മോണിറ്റൈസേഷൻ ആവട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്നവരാണ് അങ്ങനെ മോണിറ്റൈസ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസ് ആയതിനു ശേഷവും നമുക്ക് എന്തെങ്കിലും ഇൻകം പ്രതീക്ഷിച്ചിട്ടാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദെൻ യു ആർ അറ്റ് ദ റോങ് പ്ലേസ്. നമുക്ക് കുറച്ച് ജെനുവിൻ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാതെ, ഓർഗാനിക് ആയിട്ടുള്ള ഓഡിയൻസ് അറ്റൻഷൻ റേറ്റ് ഇല്ലാതെ നല്ലൊരു എമൗണ്ട് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അതിന് നമുക്ക് ജെനുവിൻ സപ്പോർട്ടേഴ്സിനെ വേണം. എങ്ങനെയെങ്കിലും മോണിറ്റൈസേഷൻ ആയാൽ മതി എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുള്ളവരുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ആയാൽ മതി, അതിനുശേഷം പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന്. അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ചിലപ്പോൾ 1K വ്യൂസ് ഒക്കെ ഷോർട്സിന് കയറി കഴിയുമ്പോൾ അതിനകത്തുനിന്ന് 10 രൂപ കൂടുതലാക്കി ഞാൻ പറയുക. പക്ഷെ അത്രയൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതായത് 10 രൂപ അത്രയും പോലും കിട്ടണമെന്നില്ല. പിന്നെ $100 ആയാലും മാത്രമേ ഉള്ളൂ നമുക്കൊരു മാസം അതിനകത്തുനിന്ന് വലിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് എപ്പോഴും നല്ലത് ഇഫ് യു ആർ ഫോക്കസിങ് ഓൺ മണി. പക്ഷേ മെയിൻ തിങ് ഈസ് മണിയിൽ ഫോക്കസ് ചെയ്യണ്ട, കണ്ടന്റിൽ ഫോക്കസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പൈസ കിട്ടും. പിന്നെ ഒരു ലോങ് റണ്ണിലേക്ക് യൂട്യൂബിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എപ്പോഴും ചാനലിന്റെ ഗുഡ്വില്ലിനെ പറ്റി ചിന്തിക്കുന്നതാണ് നല്ലത്. ഗുഡ്വില്ല് കോംപ്രമൈസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് റണ്ണിലേക്ക് നമ്മുടെ ചാനൽ നിൽക്കില്ല. നിന്നാൽ തന്നെ ചീത്തപ്പേരായിരിക്കും. പിന്നെ 4000 വാച്ച് അവേഴ്സ് തികയ്ക്കാനുള്ള മറ്റൊരു കുറുക്ക് വഴിയാണ് ഇപ്പൊ കുറെ പേര് ഇങ്ങനെ പൈസ തന്നിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആക്കി തരാം അങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട്. അത് എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അതുപോലെ കുറെ പേരുണ്ട്. പിന്നെ റീസ്ട്രീം പോലുള്ള ആപ്പുകളുണ്ട്. അതായത് ഇങ്ങനെ ലൈവ് ഇടാൻ പറ്റും. നമുക്കിങ്ങനെ ഒരു ലൂപ്പിൽ 24 മണിക്കൂറും ഒരു ദിവസം ലൈവ് ഇടാനായിട്ട് പറ്റും. അത് പല ദിവസങ്ങളിലേക്ക് കണ്ടിന്യൂ ചെയ്ത് ഇടാനും പറ്റും. അങ്ങനെയൊക്കെ റീസ്ട്രീമിലൂടെ ഇങ്ങനെ ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് വിട്ട് 3-4 ദിവസമൊക്കെ കൊണ്ട് മോണിറ്റൈസേഷൻ ആവുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് മെയിൻ ആയിട്ട് ചാനലുകൾ, ഈ ഗെയിമിംഗ് ചാനലുകളൊക്കെയാണ്. അതിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കും. പിള്ളേരോ അല്ലെങ്കിൽ ഗെയിം അഡിക്റ്റ് ആയിട്ടുള്ളവരൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. ഒരു 7 ദിവസം 8 ദിവസം കൊണ്ട് 4000 വാച്ച് അവേഴ്സ് അവർ കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ റീസ്ട്രീം ആപ്പൊക്കെ സെപ്പറേറ്റ് നമ്മൾ പേ ചെയ്യേണ്ട ആപ്പുകളാണ്. ഇനി ഓർഗാനിക് ആയിട്ട് 4000 വാച്ച് അവേഴ്സ് ഉണ്ടാക്കാനുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് റെഫറിങ് യുവർ അനദർ വീഡിയോ ഇൻ യുവർ വീഡിയോ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ അതിനകത്ത് റെഫർ ചെയ്യുക. ഞാനിപ്പോൾ ഹാഫ് മോണിറ്റൈസേഷന്റെ ഒരു വീഡിയോ ഈ വീഡിയോയിൽ റെഫർ ചെയ്തായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടത് 4000 വാച്ച് അവേഴ്സ് എങ്ങനെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി ഭാഗം ഇതിനകത്തും ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആ പർട്ടിക്കുലർ വീഡിയോയിലും ഉണ്ട്. സിൻസ് യു ആർ ഇൻട്രസ്റ്റഡ് ടു വാച്ച് ദാറ്റ് പർട്ടിക്കുലർ ടോപ്പിക്, ആ സെയിം ടോപ്പിക്കുള്ള മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ വീഡിയോ കാണാനായിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് എത്തിയ ഒരാൾക്ക് അതേ സെയിം ടോപ്പിക്കിലുള്ള മറ്റൊരു വീഡിയോയും കൂടെ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് വീഡിയോ കണ്ട ആള് 10 മിനിറ്റുള്ള മറ്റേ വീഡിയോയും കൂടെ കാണും. അപ്പൊ മൊത്തം 20 മിനിറ്റ് കിട്ടിയില്ലേ? അങ്ങനെ നിങ്ങൾക്ക് വാച്ച് അവർ കൂട്ടാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്റെ വീഡിയോക്ക് നെഗറ്റീവ് കമന്റ് വന്നപ്പോൾ, വീഡിയോ അല്ല ഷോർട്സിന്റെ നെഗറ്റീവ് കമന്റ് വന്നപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നുള്ള കാര്യം അത് ഭയങ്കര പൊട്ടത്തരായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സെൻസിൽ എടുത്താൽ മതി. ഈ പറയണ എനിക്കും ഭയങ്കര വിഷമാവട്ടെ. ഒരു 10 പോസിറ്റീവ് കമന്റ്സ് വന്നാലും ഒരു നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ അയ്യോ എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാവാറുണ്ട്. യൂട്യൂബിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലൊക്കെ വീഡിയോ ഇടുന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ആളോ അവസാനത്തെ ആളൊന്നും അല്ല, നമുക്ക് ആ ഒരു സെൻസിൽ അങ്ങോട്ട് എടുത്താൽ മതി. പിന്നെ വീഡിയോസ് തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ എൻ സ്ക്രീൻ കൊടുക്കുക എന്നുള്ളത്. എൻ സ്ക്രീൻ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഒരു പർട്ടിക്കുലർ വീഡിയോയിലേക്കുള്ള ഒരു ലിങ്ക്, ഒരു ഇമേജ് പോലെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അത്. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇത് എന്ന് പറയുമ്പോഴത്തേക്കും ഫോർ സ്മോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ. 4000 വാച്ച് അവേഴ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ഹാഫ് മോണിറ്റൈസേഷന്റെ ആ വീഡിയോയുടെ ലിങ്കാണ്. ഞാൻ നേരത്തെ റെഫർ ചെയ്ത ആ സെയിം വീഡിയോയുടെ ലിങ്കാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ വേണം എൻ സ്ക്രീൻ ആയിട്ട് കൊടുക്കാൻ. ഒരുപാട് പേര് ഇങ്ങനെ 2-3 വീഡിയോസ് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു പർട്ടിക്കുലർ
പർട്ടിക്കുലർ വീഡിയോ റെഫർ ചെയ്ത് ആ പർട്ടിക്കുലർ വീഡിയോയുടെ മാത്രം ലിങ്ക് കൊടുക്കുന്നതാണ്. അതാണ് കുറച്ചുകൂടി കാണുന്നവർക്കും യൂസ്ഫുൾ, നിങ്ങൾക്കും ആ അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ അത് തന്നെയാണ്. ഞാൻ 2-3 ദിവസമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ. കാരണം കുറേ പേര് മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ഫൈനലി മോണിറ്റൈസ്ഡ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടാറുണ്ടല്ലോ. ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എഡിറ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്തപ്പോഴും അതുപോലെ തന്നെ വ്യൂസ് ഒന്നും കിട്ടാതെ സ്ട്രഗിൾ ചെയ്തൊക്കെ ഇരുന്ന സമയത്ത് ആ സമയത്തെ ഉണ്ടായിരുന്ന ഒരു വിഷനാണ് മോണിറ്റൈസ് ആയി കഴിയുമ്പോഴത്തേക്കും ഇതുപോലൊരു വീഡിയോ ചെയ്യാന്നുള്ളത്. ഇതൊരു വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ മനസ്സിനൊരു സന്തോഷം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഇങ്ങനെ മോണിറ്റൈസേഷനെ പറ്റിയിട്ട് അധികം വീഡിയോസ് ചെയ്തിട്ടില്ല. ആ ഒരു ഹാഫ് മോണിറ്റൈസേഷൻ്റെ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. ഇതൊരു രണ്ടാമത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നോർമലി ചെയ്യുന്നത് വ്ളോഗ്, ട്രാവലിൻ്റെ കാര്യങ്ങൾ, പിന്നെ ലൈഫ് സ്റ്റൈൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യാറുള്ളത്. ഞാൻ കവർ ചെയ്യണമെന്ന് വിചാരിച്ച പോയിന്റ്സ് ഒക്കെ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാൻ പർട്ടിക്കുലർലി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന പോയിന്റ്സ് ഒക്കെ കവർ ചെയ്യണമെന്ന്. അതും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി ടു നോ ദാറ്റ്. ബിക്കോസ് ഞാനും കുറേ പേരുടെ വീഡിയോ ഇങ്ങനെ റെഫർ ചെയ്തിട്ടൊക്കെയാണ് കുറേ കാര്യങ്ങൾ പഠിച്ചതും ചെയ്തതും ഒക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജും കൂടെ ഞാൻ പറയാം. നമ്മൾ കൂടുതലും ഈ ടാസ്കിൽ ഫോക്കസ് ചെയ്യുകയും അതിൽ നിന്ന് അവേഴ്സ് ഉണ്ടാക്കുകയും ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഒരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വരും. എന്തായാലും കുറച്ച് അവേഴ്സ് നമുക്ക് ഡെയിലി കയറുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ ആയിക്കോളും എന്നൊക്കെ വിചാരിക്കും. ഈ ഒരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി നമ്മുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീഡിയോസിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുറയും. നമ്മുടെ വീഡിയോസിന്റെ എക്സ്റ്റേണൽ വ്യൂസ് കൂട്ടാനായിട്ട് നമുക്ക് ഇതുപോലത്തെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉപയോഗിക്കാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മേക്കിംഗ് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെപ്പ് മാത്രമായിട്ട് ഇത്തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളെ കാണാവൂ. നമ്മുടെ വീഡിയോ മേക്കിംഗ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ബാംഗ്ലൂരത്തെ സംശയങ്ങൾ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ്റെ എനിക്ക് അധികം വരാറില്ല. ഞാൻ തായ്ലാൻഡ്, മലേഷ്യ വീഡിയോസ് ചെയ്തപ്പോഴത്തേക്കും അപ്പോൾ ഇങ്ങനെ മെസ്സേജ് ഒക്കെ കാണുമ്പോഴത്തേക്കും ഐ എം ഹാപ്പി ദാറ്റ് എൻ്റെ വീഡിയോ ആരെങ്കിലേക്കൊക്കെ എത്തുന്നുണ്ടല്ലോ, ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടല്ലോ എന്നുള്ള, അല്ലെങ്കിൽ എന്നെ അതിനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ് ആയിട്ട് എനിക്ക്. കണക്റ്റിംഗ് ഇൻ ദ സെൻസ് ഞാൻ തനി മലയാളിയുടെ ഭയങ്കര വലിയൊരു ഫാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് തോന്നാറുണ്ട്, ഓ ഞാനും ഇങ്ങനെ തന്നെയാണല്ലോ ചിന്തിക്കാറ്, അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ തന്നെയാണല്ലോ ചെയ്യാറെന്ന് തോന്നാറുണ്ട്. അതാണ് ഞാൻ കണക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.